നമസ്കാരം. എസ്.എഫ്.ഐയുടെ പ്രതിഷേധം മുന്നിൽ കണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് പോലീസ്. കാരണം സുരക്ഷാ സന്നാഹത്തിലടക്കം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരായിട്ടുള്ള പ്രതിഷേധത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇന്ന് മുതൽ കൂടുതൽ പൈലറ്റ് വാഹനങ്ങൾ അടക്കം അദ്ദേഹത്തിന് പട്രോളിംഗ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. മാത്രമല്ല പട്രോളിംഗ് സംഘങ്ങളെയും ഇതിനോടൊപ്പം ഏർപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എസ്.എഫ്.ഐയുടെ വെല്ലുവിളി ഗവർണർ സ്വീകരിച്ച ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ ഇവയുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയപ്പെടുന്നത് വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയാം. ഗവർണറുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് സർവകലാശാലയിലെ VIP ഗസ്റ്റ് ഹൗസിന്റെ ചുമതല അടക്കം ഇപ്പോൾ പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ഗവർണർ തിരികെ പോകുന്നതുവരെ ക്യാമ്പസ് കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നവരെ അവരെ കണ്ടെത്തി ആവശ്യമെങ്കിൽ അവരെ കരുതൽ തടങ്കിൽ ആക്കുക തന്നെ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ വലിയ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ക്യാമ്പസിൽ മാത്രമല്ല ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലടക്കം കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൃത്യമായി നിയമിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടാതെ Z+ കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ സുരക്ഷ എന്ന് പറയപ്പെടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഉന്നതതല യോഗം ചേരുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരക്ഷാ സന്നാഹത്തിൽ അടക്കം വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയാം. ഗവർണർക്ക് അകമ്പടിയായിട്ടുള്ള പൈലറ്റ് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതാണ് ആദ്യമായി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഗവർണറുടെ പോലീസ് കമാൻഡോ, ആ കമാൻഡോ വിങ്ങിലുള്ള അംഗങ്ങളുടെ എണ്ണം അതും കൂട്ടാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുകയാണ്. കൂടാതെ ഗവർണറുടെ പരിപാടികൾ നടക്കുന്നിടത്ത് കൂടുതൽ പെട്രോളിംഗ് സംഘങ്ങളെ അവയെ വിന്യസിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം കൂടി ഇതിനകത്തുണ്ട്. കൂടാതെ ഗവർണർക്ക് എതിരെ ഇനിയും കരിങ്കൊടി കാണിക്കും, കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും. അതൊരു ജനകീയ പ്രതിഷേധമാണ് എന്ന് വരെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നടക്കുന്ന ഒരു പ്രതിഷേധമാണ്, അതിനെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദനാണ്. MP ഗോവിന്ദൻ അത്തരത്തിലൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ SFIയുടെ പ്രവർത്തകർ വളരെ കൃത്യമായി കരിങ്കൊടി പ്രയോഗം നടത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് തന്നെ ഗവർണർക്കെതിരായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവിടെ SFIയോടൊപ്പം ചിലപ്പോൾ ചേർന്ന് നിൽക്കാൻ പുറത്തുനിന്ന് CPMന്റെ പ്രവർത്തകർ അടക്കം, അണികളടക്കം എത്തിയേക്കാം. കൂടാതെ DYFIയുടെ പ്രവർത്തകരടക്കം എത്തിയേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഗോവിന്ദന്റെ ആ വാക്കുകളിൽ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സംവിധാനങ്ങൾ ശക്തമാക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പക്ഷേ ഈ വെല്ലുവിളി നിന്ന് പുറകോട്ട് പോകുവാൻ ഒരിക്കലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഗോവിന്ദന്റെ വാദം എന്ന് പറയപ്പെടുന്നത് സംഘപരിവാറിന്റെ പ്രധാന ലിസ്റ്റിൽ കടന്നുകൂടുന്നതിനാണ് ഗവർണറുടെ ശ്രമമെന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ MP ഗോവിന്ദൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഒരു ഗവർണർക്ക് ചേർന്നതാണോ എന്ന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ഗവർണർ ഒരു RSS അജണ്ട അത് വളരെ ഔപചാരികമായി നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് ഗോവിന്ദൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല ഗോവിന്ദൻ്റെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായി ഗവർണർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അങ്ങനെ CPMന്റെ ഭാഗത്തു നിന്ന് SFIക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ കൂടി അതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനുശേഷം, അതായത് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ അവിടെ ഗവർണർ താമസിക്കാൻ പോകുന്നത് ഈ സർവകലാശാലയ്ക്കകത്തുള്ള ഗസ്റ്റ് ഹൗസിലാണ്. ആ ക്യാമ്പസിനുള്ളിലേക്ക് മറ്റാരെയും കടത്തിവിടാതിരിക്കുന്നതിനുള്ള വളരെ വലിയ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരത്ത് നടന്ന ഗവർണർക്കെതിരെ നടന്ന അക്രമ പരമ്പര എങ്ങനെയായിരുന്നു എന്ന്. 1 കിലോമീറ്ററിനുള്ളിൽ 3 സ്ഥലങ്ങളിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നത് SFI പ്രവർത്തകർ. മാത്രമല്ല പലരും അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് വരെ എടുത്തു ചാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവർണർക്കെതിരെ ആക്രമണം അല്ലെങ്കിൽ പ്രതിഷേധം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയായിരിക്കും ഇന്നു മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലും പ്രതിഷേധം നടക്കാൻ പോകുന്നത്. അത്തരത്തിൽ ചിലപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ, കാരണം MP ഗോവിന്ദൻ അടക്കം ഇത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ SFIയോടൊപ്പം നിൽക്കാൻ DYFIയുടെ പ്രവർത്തകരും CPMന്റെ പ്രവർത്തകർ അടക്കം ഉണ്ടായേക്കാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട്. അത് വലിയ കോലാഹലങ്ങൾക്കിടയാകും എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗവർണർക്ക് മുന്നിലേക്ക്
SFIയുടെ പ്രവർത്തകൻ എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വരുന്ന മണിക്കൂറുകളിൽ ചിലപ്പോൾ ഈ ക്യാമ്പസുകൾക്കുള്ളിലേക്ക്, സർവകലാശാലയുടെ ക്യാമ്പസുകൾക്കുള്ളിലേക്ക് കടന്നു കയറുവാനുള്ള സാധ്യത SFI പ്രവർത്തകർ ഉണ്ടാക്കിയേക്കാം. കാരണം SFI പ്രവർത്തകർക്ക് ഗവർണർ സഞ്ചരിക്കുന്ന റൂട്ട് മാപ്പ് അടക്കം പറഞ്ഞുകൊടുത്ത പോലീസുകാർ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ തിരുവനന്തപുരത്തുണ്ടായിരുന്ന പോലീസുകാരെ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സർക്കാരാണ് ഇതെന്ന് പറയേണ്ടി വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ MV ഗോവിന്ദൻ്റെ വാദഗതികൾ കൂടി, അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ പിന്തുണ കൂടി കിട്ടിയ സാഹചര്യത്തിൽ SFIക്ക് CPMൻ്റെയും DYFIയുടെയും പിന്തുണ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള വലിയ കോലാഹലങ്ങളിലേക്ക് പോകുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അത്രയും വലിയൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം SFIക്ക് ഭരണപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ആ ഭരണപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനുള്ളിൽ നിന്ന് തന്നെ പലരും പലതും ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏത് തരത്തിലാണ് ഗവർണർ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് തരത്തിലാണ് നീക്കം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി SFIക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രതിഷേധങ്ങൾ വളരെ കഠിനമായിരിക്കും, വളരെ കടുപ്പമേറിയതായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അതിനെതിരെ ശക്തമായ നിലപാടും പ്രതികരണവും നടത്തും ഗവർണർ എന്നുള്ള കാര്യത്തിലും സംശയമില്ല.